കൊല്ലം കോർപ്പറേഷനിലെ മരുത്തടി ഡിവിഷനിലെ പ്രദേശവാസികൾക്ക് കഴിഞ്ഞ 19 ദിവസമായി കുടിവെള്ളം കിട്ടിയിട്ടില്ല. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. മരുത്തടി ഡിവിഷനിലെ 250ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 19 ദിവസമായി കുടിവെള്ളം കിട്ടാതെ വലയുന്നത്. മരുത്തടി 1-ാം വാർഡിൽ കറങ്ങിയൽ ജംഗ്ഷൻ മുതൽ തട്ടാത്തറ വരെയുള്ള പ്രദേശവാസികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. 2 വർഷം മുമ്പ് മരുത്തടി ഡിവിഷനിലെ 1ഉം 2ഉം വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം നിർമ്മിച്ചതിനു ശേഷമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 15 ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് ലീവിൽ ഇവിടെ വന്ന ഒരൊറ്റ ദിവസം പോലും എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളമില്ല. ഇവിടുന്ന് എൻ്റെ അപ്പൻ്റെ വീട് 2.5-3 കിലോമീറ്റർ അപ്പുറം. അവിടുന്ന് ഇപ്പം നേരമെടുത്ത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. ബാത്റൂമിൽ പോകണമെന്നും പോലും നമുക്ക് വെള്ളമില്ല. എങ്ങനെ ജീവിക്കും മനുഷ്യർ? 20 ദിവസമൊക്കെ ഒരു വീടുകളിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ മനുഷ്യർ ജീവിക്കും? ഒരു ഭിന്നശേഷി കുട്ടിയുള്ള ഒരു അമ്മയാണ് ഞാൻ. അതിന് ബാത്റൂമിൽ കയറണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം. അതിന് 20 ദിവസം കൊണ്ട് അതിനോട് മഴവെള്ളത്തിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയത്. ഇതോടൊപ്പം സ്കൂൾ തുറന്നതോടെ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഓരോ കുടുംബവും. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതോടെ വാർഡ് കൗൺസിലർ സുമിയുടെ നേതൃത്വത്തിൽ കൊല്ലം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഏകദേശം റോഡിന് ഇരുവശങ്ങളിലുമായി ഉൾഭാഗത്തുമായിട്ട് ഒരു 200ഓളം വീടുകളിലാണ് വെള്ളം ഇല്ലാത്ത ഈ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നത്. നിലവിൽ ഇന്നും കൂടി ആയപ്പോൾ 18 ദിവസത്തോളമായിട്ട് അവർക്ക് ഒരു തുള്ളി പോലും പൈപ്പുകളിൽ വെള്ളം വന്നിട്ടില്ല. സഹി കെട്ടിട്ടാണ് ഇപ്പോൾ ഇത്രയും പേരും കൂടി വാട്ടർ അതോറിറ്റിയിലേക്ക് വരേണ്ട ഒരവസ്ഥയിൽ വന്നത്. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.